നമസ്കാരം. സ്റ്റോക്ക് വെരിഫിക്കേഷൻ എൻട്രി ചെയ്യുന്നതിനായി മില്ലിൻ്റെ പാനലിൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന ഐക്കൺ എടുക്കുക. നിലവിലെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാണാനായി ഫ്രം ടു ഡേറ്റ് കൊടുത്ത് ഷോ കൊടുക്കുക. നിലവിൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എൻട്രീസ് നടത്താത്ത മില്ലുകളുടെ കാര്യത്തിൽ അപ്ഡേറ്റ് ഓപ്ഷൻ കൊടുത്ത് ന്യൂ എൻട്രി ചെയ്യാവുന്നതാണ്. പാടി, CMR അതല്ലെങ്കിൽ FCMR എന്നിവ ഈ ഡ്രോപ്പ് ഡൗണിൽ ലിസ്റ്റ് ചെയ്യും. ഐറ്റം സെലക്ട് ചെയ്ത് ഷോ കൊടുക്കുക. ഡേറ്റ് സെലക്ഷനിൽ ഏത് ദിവസത്തെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ആണോ ചെയ്യുന്നത് ആ ഡേറ്റ് കൊടുക്കാവുന്നതാണ്. പാടിയുടെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എൻട്രി നടത്തുമ്പോൾ കൺസോളിഡേറ്റഡ് സ്റ്റോക്ക് റിപ്പോർട്ടിലെ ബാലൻസ് പാടി ഐറ്റമിൽ പ്ലസ് പാടി ഓൺ പ്രോസസ് ആണ് ഇവിടെ കാണിക്കുക. സിസ്റ്റത്തിൽ കാണിക്കുന്ന സ്റ്റോക്ക് ഫിസിക്കലി മില്ലിൽ ഉണ്ടെങ്കിൽ ഫിസിക്കൽ എന്ന കോളത്തിൽ വാല്യൂസ് കൃത്യമായി എൻട്രി ചെയ്യാവുന്നതാണ്. സിസ്റ്റത്തിൽ കാണിക്കുന്ന വാല്യൂ അല്ല ഫിസിക്കലി മില്ലിലുള്ളതെങ്കിലും മില്ലിൽ എത്രയാണോ ഉള്ളത് ആ ക്വാണ്ടിറ്റി വേണം എൻട്രി ചെയ്യാൻ. അപ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തോളും. ഇനി എന്തെങ്കിലും കാരണവശാൽ മില്ലിലെ സ്റ്റോക്ക് അസസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മില്ലുകളിൽ നിന്ന് ഡിക്ലറേഷൻ വാങ്ങാവുന്നതാണ്. ഡിക്ലെയർഡ് ബൈ മില്ല് എന്ന കോളത്തിലാണ് ഇതിൻ്റെ എൻട്രി മില്ലിലെ സ്റ്റാഫ് ചെയ്യേണ്ടത്. ഇതിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. സ്റ്റോക്ക് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഓഫീസറുടെ റിമാർക്കുകൾ കൃത്യമായി രേഖപ്പെടുത്താവുന്നതാണ്. സേവ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഈ പ്രിൻ്റ് ഔട്ടിൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഓഫീസേഴ്സിൻ്റെയും മില്ലിൻ്റെയും സൈനും സീലും ഇട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഫയൽ അപ്ലോഡിങ്ങിൻ്റെ ഓപ്ഷൻ വരും. അവിടെ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫയൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇതേ ഓപ്ഷൻ എടുത്ത് വ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്ത ഫയൽ കാണാൻ സാധിക്കും. സ്റ്റോക്ക് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യം, ഈ എൻട്രി നടത്തേണ്ടത് മില്ലിൻ്റെ പാനലിൽ നിന്നാണ്. സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഓഫീസറുടെ സാന്നിധ്യത്തിൽ വേണം ഇത് ചെയ്യാൻ. അതുപോലെ കോമൺ ഫിസിക്കൽ, ഗ്രേഡ് ഫിസിക്കൽ എന്ന കോളത്തിൽ അസസ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് എൻട്രി ചെയ്യുന്നില്ല എങ്കിൽ ഒരു ഹൈഫൺ ഇട്ട് എൻട്രി നടത്താം. ഈ സാഹചര്യത്തിൽ ഡിക്ലെയർഡ് ബൈ മിൽ എന്ന ഓപ്ഷനിൽ കൃത്യമായി ഡേറ്റ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം.